അറിയോ, ഡിപ്രഷൻ വരുന്നത് പല കാര്യങ്ങൾ കൊണ്ടാണ്. നമ്മള് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളായിട്ട് ഒന്നും നടക്കാതിരിക്കുക, അതുപോലെ മാനസിക പിരിമുറുക്കം എന്ന് പറയാം, ഡിപ്രഷനെ പറയുക. അത് അകാരണമായിട്ടുള്ള കോപങ്ങളാവാം, അതുപോലെ അകാരണമായിട്ടുള്ള ഭയങ്ങളാവാം, എന്തിനും ഡിപ്രഷൻ എന്ന് പറയാം. എല്ലാത്തിനും ഒരു മന്ദീഭവിച്ച അവസ്ഥ, കാരണങ്ങളില്ലാതെ ഉണ്ടാവുന്ന മാനസികപരമായ ബുദ്ധിമുട്ടുകൾക്കാണ് ഡിപ്രഷൻ എന്ന് പറയാം. അത് പല കാര്യങ്ങൾക്ക് വരാം. അപ്പോൾ എന്തുകൊണ്ടാന്ന് വെച്ചാൽ സാധന ഘട്ടത്തിൽ സാധകനെ പറഞ്ഞാൽ ശരിയായ രീതിയിൽ സാധന ചെയ്യാത്തത് കൊണ്ട് വരാം, ശരിയായ രീതിയിൽ സാധന ചെയ്യാത്തത് കൊണ്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം, ശരിയായ ശിക്ഷണം ഇല്ലാത്തത് കൊണ്ട് വരാം. ഇപ്പൊ ശരിയായൊരു ഡോക്ടറിന്റെ വൈദ്യന്റെ അടുത്ത് നിന്നാണ് നമ്മളൊരു മരുന്ന് പിടിക്കുന്നത് പറഞ്ഞാൽ അസുഖം മൂർച്ഛിക്കുന്നില്ല. അസുഖം മൂർച്ഛിക്കുകയാണെങ്കിൽ തന്നെ വൈദ്യനെ പറയാൻ പറ്റും ആ ഗുളിക ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ തന്നെ ചോദിക്കും, അലർജിയുടെ സിംറ്റം ഉള്ള ആളാണോ, അലർജിയുടെ സിംറ്റം ഉള്ള ആളാണെങ്കിൽ ഈ ഗുളികയ്ക്ക് അലർജിയുടെ ഗുളികയും കൂടി കഴിച്ചോളോ, അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് ഗുളിക കഴിക്കുമോ, 2 ദിവസം ഗുളിക കഴിച്ചിട്ട് ഭേദം ആയിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് വരുന്നുണ്ടെങ്കിൽ വീണ്ടും ആശുപത്രിയിലേക്ക് വരൂ എന്ന് പറയും. അതുപോലെ നല്ല നല്ല ഗുരുക്കന്മാരാണ് പറഞ്ഞാൽ പറയും മന്ത്രം ജപിക്കേ, മന്ത്രം ജപിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡിപ്രഷൻ എന്നവർ കണക്കാക്കാൻ പാടില്ല. അത് നമുക്ക് സാധനാഘട്ടത്തിൽ ഒരുപാട് തടസ്സങ്ങൾ വരാം. തടസ്സങ്ങളുടെ ഫലമായിട്ടാണ് നമുക്ക് ഓരോരോ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ മുന്നേറി പോകണം. നമുക്ക് ഇപ്പൊ നമ്മുടെ അമൃതകൂമ്പ് എടുക്കണ സമയത്ത് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ. ആദ്യം വന്നിട്ടുള്ള ഭാഗ്യങ്ങൾ, അല്ലെങ്കിൽ ആദ്യം നമുക്ക് ബുദ്ധിമുട്ടുള്ളതായ പല സാധനങ്ങൾ വന്നു, പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള വന്നു, വമിച്ചതും ഭയാനകവും പല രീതിയിൽ വന്നു, കാമധേനു വന്നു, സൗഭാഗ്യങ്ങൾ വന്നു. ഇതൊക്കെ വന്നപ്പോ നമ്മൾ അവര് അസുരന്മാര് ദേവന്മാര് അതിൽ ആകൃഷ്ടരാവാതെ പാലാഴി മതനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് അവസാനം അമൃത കിട്ടിയത്. അപ്പോൾ സാധന ചെയ്യുന്ന സമയത്ത് പലതരം ഈ പാലാഴി മതനം പോലെ തന്നെ പലതരം സൗഭാഗ്യങ്ങളായിട്ടും പലതരം ബുദ്ധിമുട്ടുകളായിട്ടുള്ള പല അവസ്ഥകൾ വരാം. ആ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ സാധന പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിനെ ഒരു ബലപ്പെടുത്താനായിട്ട് ഗുരുക്കന്മാർക്ക് കഴിയണം. ആ ഗുരുക്കന്മാരുള്ള നിരന്തര സമ്പർക്കം കൊണ്ട് ചോദിക്കാനായിട്ടും അല്ലെങ്കിൽ ചോദിക്കാതെ പറയാനായിട്ടും ഗുരുവിനും കഴിയണം. പരസ്പരം ഗുരുശിഷ്യ ബന്ധം ഉണ്ടാവണം. ഗുരുശിഷ്യ ബന്ധം ഉണ്ടെങ്കിലാണ് അതിൽ കാര്യമുള്ളൂ. താനയുടെ തുടക്കത്തിലൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് അതുകൊണ്ടാണ്. നമ്മൾ നീങ്ങിപ്പോവാണെന്ന് പറയാം ഓരോ കാര്യങ്ങളെ. അത് നമ്മൾ മനസ്സിലാക്കണം, യഥാർത്ഥമായിട്ടാണോ ആ ഗുരു അങ്ങനെയാണോ, ശിഷ്യൻ അങ്ങനെയാണോ എന്നൊക്കെ മനസ്സിലാക്കണം. ചോദിക്കുന്ന ശിഷ്യനും പറഞ്ഞു തരുന്ന ഗുരു യോഗ്യരാണോ എന്നൊക്കെ നോക്കണം. നമ്മുടെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് നോക്കണം. എല്ലാ കാര്യങ്ങളും ഒരു ബാധകമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ നിൽക്കുന്നതായ ചുറ്റുപാട് സാധനയ്ക്ക് അനുയോജ്യമല്ല. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നതായ സംസാര രീതികൾ, ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നതായ സാഹചര്യങ്ങൾ, ദുർഗന്ധങ്ങൾ, ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതിൻ്റെ കാലഘട്ടത്തിൽ പലരും ആദ്യം സസ്യാഹാരികളായിരിക്കും. ആ സസ്യാഹാരം ചെയ്യുന്ന ആൾക്കാർക്ക് വീട്ടിലെ മാംസാഹാരം വെക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ട് ഡിപ്രഷൻ വരാറുണ്ട്. അതുപോലെ തന്നെ സാധന ചെയ്യുന്ന സമയത്ത് സാധനയ്ക്ക് വിരുദ്ധമായ രീതിയിലുള്ള സംസാര രീതികൾ, വഴക്കുകൾ, അതുപോലെ തന്നെ ഉച്ചത്തിലുള്ള ടെലിവിഷൻ ശബ്ദങ്ങൾ, ഇതൊക്കെ അവർക്ക് അസൗകര്യം ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ വരുമ്പോൾ അവർ കൂടുതൽ മനസ്സിനെ കൂടുതൽ ചിന്തിച്ചിട്ട് ടെൻഷനായിട്ട് മാറും. അതുപോലെ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ മൊബൈൽ വന്നിട്ട് മൊബൈലിൽ ഒരുപാട് സമയം ചെലവഴിക്കുക, അതോടൊപ്പം തന്നെ ആധ്യാത്മിക പ്രഭാഷണങ്ങളാണെങ്കിലും ശരി, മൊബൈലിൽ ഒരുപാട് സമയം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക, പുറം ലോകമായിട്ട് ബന്ധമില്ലാതിരിക്കുക, വിചാരം ചെയ്യാതിരിക്കുക. നമ്മൾ വെറുതെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുക എന്നല്ലാതെ വിചാരം ചെയ്യണില്ല. ശ്രവണം മാത്രമേ വേണുള്ളൂ. ശ്രവണം ചെയ്തിട്ട് മനനം ചെയ്യണ്ടേ, മനനം ചെയ്തിട്ട് നിധിധ്യാസനം ചെയ്യണ്ടേ. ശ്രവണം, മനനം, നിധിധ്യാസനം എന്നാ പറയുക. അത് ശ്രവിക്കുക, പിന്നെ മനനം ചെയ്യുക, അതിൽ ഉറപ്പിക്കുക, അതാണ് ചെയ്യേണ്ടത്. മനനം ചെയ്യണില്ല, നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് ബുദ്ധിമുട്ടുകളായിട്ട് വരും. അത് ആത്മീയപരമായ കാര്യങ്ങൾ എന്നുള്ളതല്ല, നമ്മൾ ഭൗതികപരമായ കാര്യങ്ങൾ എടുത്താലും ശരി. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്ന മൊബൈലിന്റെ ഉപയോഗം കാരണം 99% പേരും ഡിപ്രഷനായിട്ടുള്ള ആൾക്കാർ പലരും ഉണ്ട്. കാരണം പുറത്തുള്ള ലോകവുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല, പുറം ലോകമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതുകൊണ്ട് അവർക്ക് മാനസികപരമായ പല ബുദ്ധിമുട്ടുകളെ, ഒരാളോട് എങ്ങനെ പെരുമാറണം എന്നുള്ള അറിയില്ല, സന്ദർഭിച്ചതായിട്ട് എന്ത് സംസാരിക്കണം എന്നറിയില്ല, ഉറപ്പിച്ച ഒരു തീരുമാനം ഉറച്ചാടി എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ, അതുപോലെ മാനസിക വൈകൃതങ്ങളൊക്കെ കാണാൻ വരുന്നതിൽ
ഒരുപാട് സോഷ്യൽ മീഡിയകളും വെറും ശ്രവണങ്ങളും മാത്രം കാരണമാവാറുണ്ട്. ശ്രവണം മാത്രമേ ആവണുള്ളൂ, ഇവിടെ മനനം ചെയ്യാനായിട്ട് ആ വ്യക്തിക്ക് പറ്റുന്നില്ല. മനനം ചെയ്യാത്തത് കൊണ്ട് തന്നെ കേൾക്കൊണ്ടേയിരിക്കുക അല്ലാതെ അത് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. ഇപ്പം എങ്ങനെയാണോ വളർന്നു വരുന്ന ഒരു മരത്തിൽ വെള്ളം ഒഴിച്ചുകൊണ്ടേ ഇരിക്കുക, അതിലേക്ക് വെള്ളം എപ്പോഴും ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ടേ ഇരിക്കുക, വളം ഇട്ടുകൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ ഓസിൽ വെള്ളം അതിൻ്റെ ചോട്ടിൽ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പറഞ്ഞാൽ അതൊരിക്കലും വളരുമില്ല, മണ്ണിൽ വേര് ഉറയ്ക്കില്ല. ഉറയ്ക്കണമെങ്കിൽ വെള്ളം അല്പം ആവശ്യമുള്ളൂ, പിന്നെ അത് ഉറയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ 24 മണിക്കൂറും വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് വളരില്ല. വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ അതിന് ബാക്കിയുള്ള പോഷകാഹാരങ്ങളും അതുപോലെ അതിന് സ്വയസിദ്ധമായിട്ട് വളരാനായിട്ട് വേരിലേക്ക് മണ്ണ് ഉറയ്ക്കാനായിട്ട് അതിനെ വിടുക, അങ്ങനെയൊക്കെ ചെയ്യാനുള്ളതാണ്. നമ്മൾ ബാക്കിയുള്ള സമയങ്ങളിൽ കൂടുതൽ ശ്രവണം മാത്രമായിട്ട് നമ്മൾ മനനം ചെയ്യാനുള്ള അവസരം ഇല്ലാതെ ഇരിക്കണതുകൊണ്ട് പലർക്കും ഡിപ്രഷൻ വരാറുണ്ട്. പല കാര്യങ്ങളിലും സ്വന്തമായിട്ട് തീരുമാനിക്കണില്ല, എടുത്ത തീരുമാനങ്ങളിലെ ബുദ്ധിമുട്ടായി വരുന്നുണ്ട്. കൂടുതൽ സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളിലൊക്കെ കൂടുതൽ ചിലവഴിച്ചിട്ട് പൊതുരംഗത്ത് നമുക്ക് ആൾക്കാരായിട്ട് ഇടപഴകാൻ പറ്റാത്തത് കൊണ്ട് അവരെ കാണുന്നത് കൊണ്ട് സോഷ്യൽ ഹോബിയ പറഞ്ഞ പ്രശ്നങ്ങൾ വരാറുണ്ട്. സാമൂഹികപരമായിട്ടുള്ള ഹോബിയ, സാമൂഹിക ഉത്കണ്ഠ എന്നൊക്കെ പറയാം, സോഷ്യൽ ഉത്കണ്ഠ, അവരുമായിട്ട് എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. പലതരത്തിൽ വരാറുണ്ട്. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് അതിനൊരു ഡിപ്രഷൻ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതും ആധ്യാത്മികമായിട്ട് ബന്ധമില്ല. അതും ആധ്യാത്മികമായിട്ട് ബന്ധം ഉണ്ടാവണമെങ്കിൽ തന്നെ നമ്മൾ ആധ്യാത്മികമായിട്ടുള്ള കൂടുതൽ സമയത്തിലേക്ക് പുസ്തകങ്ങളിലേക്ക് കൂടുതൽ പോകാനായിട്ട് ആർക്കും പറ്റുന്നില്ല, പുസ്തകത്തിലേക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ, അത് ഏത് കാരണം കൊണ്ടാണ് ഡിപ്രഷൻ എന്നുള്ളത് സ്വയം നമ്മൾ ചിന്തിക്കുക. നമ്മൾ ഏത് മേഖലയായിട്ടാണ് കൂടുതൽ പോണത്, നമ്മുടെ ഡിപ്രഷന്റെ കാരണം എന്താണെന്ന് അവരവർക്ക് ചിന്തിച്ചറിയാൻ പറ്റും. ഒരാൾക്ക് ഒരു വയറുവേദന വന്നു, വയറുവേദന ഏത് ഭാഗത്താണ്, വയറിന്റെ ഇടത് ഭാഗത്താണോ വലത് ഭാഗത്താണോ ഉള്ളത് അയാൾക്ക് മാത്രം അറിയണ കാര്യമാണ്. അയാൾ ഡോക്ടറോട് പറഞ്ഞാലാണ് അയാളുടെ വയറുവേദന പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇടത് ഭാഗത്താണ് വയറിന്റെ വിഷമം പറഞ്ഞാൽ അയാൾ വലത് ഭാഗം കാണിച്ചു കൊടുത്താൽ വലത് ഭാഗത്താണ് ഡോക്ടർ നോക്കുള്ളൂ, എവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ പറയാം. ഇടത് ഭാഗത്താണ് വേദന എന്നുള്ളത് ആ വ്യക്തിക്ക് മാത്രം അറിയണ കാര്യങ്ങളാണ്. തലയുടെ അവിടെ ഒരു കുത്തൽ വരണോ എന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്താണ് കുത്തൽ വരുന്നത്, എങ്ങനെയാണ് കുത്തൽ വരുന്നത് എന്നൊക്കെ ആ വ്യക്തിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ ഡിപ്രഷൻ എങ്ങനെയാണ് വരുന്നത്, ഡിപ്രഷന്റെ കാരണങ്ങൾ എന്താണെന്ന് ആ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതിനുള്ള കാരണങ്ങളും മൂലവും ഇപ്പൊ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാരണമായിരിക്കാം ഒരു ഡിപ്രഷന്റെ കാരണമായിട്ട് വന്നിട്ടുണ്ടാവാം. അപ്പോൾ അതിൽ ഭക്തിയും സമർപ്പണവും കുറവ് കൊണ്ടാണോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. പിന്നെ ദേവതകൾ സമ്മതിക്കുന്നില്ലേ, ഉയർന്ന ദേവതകൾ സമ്മതിക്കാത്തത് കൊണ്ടാണോ, തടസ്സപ്പെടുത്താൻ വരുന്നതുകൊണ്ടാണോ എന്നൊക്കെ ഉള്ളത് അതിലും കാര്യങ്ങളില്ല. അത് ആധ്യാത്മികത്തില് നമുക്ക് കിട്ടുന്ന ഗുരു, യഥാർത്ഥ ഗുരു, നമുക്ക് യോഗത അനുസരിച്ചിട്ട് തന്നെ കിട്ടുന്നത് ഓരോ ഗുരുവൊക്കെ മന്ത്രങ്ങളും രീതികളും ഒക്കെ. ചിലപ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നതായ മന്ത്രങ്ങൾ ശ്രേഷ്ഠ ഉണ്ടാവും, അതിൽ നമ്മൾ ഉറപ്പിക്കുക ഓരോ കാര്യങ്ങള്, അത് ജപിക്കുക. അപ്പൊ തടസ്സങ്ങൾ വരാം, പല കാര്യങ്ങളും തടസ്സങ്ങൾ വരാം. തടസ്സങ്ങളുടെ മൂല കാരണം നമ്മൾ തന്നെ തേടി പോകണം. എന്തുകൊണ്ടാണ് തടസ്സങ്ങൾ വരുന്നത്, എപ്പോൾ മുതലാണ് എനിക്ക് ഇങ്ങനെയുള്ള ഡിപ്രഷൻ വരാൻ തുടങ്ങിയത്, എത്ര കാലങ്ങളായി ഡിപ്രഷൻ വരാൻ തുടങ്ങിയിട്ട്, ഡിപ്രഷൻ വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു, ജപം തുടങ്ങിയപ്പോഴാണോ ഡിപ്രഷൻ വന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോ നമ്മുടെ ഒരു കൽപ്പതാണ്, നമ്മളെ കൽപ്പിക്കുകയാണ്. എനിക്ക് ഇങ്ങനെയുള്ളവർക്ക് കേട്ടതിന് ശേഷമാണ്, ഇങ്ങനെ ഒരു മന്ത്രം ജപിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ഈ പ്രശ്നം വരാൻ തുടങ്ങിയത് എന്നുള്ളതൊക്കെ നമ്മുടെ മനസ്സിന്റെ കൽപ്പനയാണ്. അതൊക്കെ നല്ലതിനെപ്പോഴും നല്ലത് മാത്രമേ വരുള്ളൂ, നന്നല്ലാത്ത ഒരിക്കലും സംഭവിക്കാനുള്ള കാര്യങ്ങളില്ല. ഹരിയോം. ഹരിയോം. ഡിപ്രഷൻ വരുന്നത് പല കാര്യങ്ങൾ കൊണ്ടാണ്. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളായിട്ട് ഒന്നും നടക്കാതിരിക്കുക, അതുപോലെ മാനസിക പിരിമുറുക്കം എന്ന് പറയാം, ഡിപ്രഷനെ പറയുക. അത് അകാരണമായിട്ടുള്ള കോപങ്ങളാവാം, അതുപോലെ അകാരണമായിട്ടുള്ള ഭയങ്ങളാവാം, എന്തിനും ഡിപ്രഷൻ എന്ന് പറയാം. എല്ലാത്തിനും ഒരു മന്ദീഭവിച്ച അവസ്ഥ, കാരണങ്ങളില്ലാതെ ഉണ്ടാവുന്ന മാനസികപരമായ ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഡിപ്രഷൻ എന്ന് പറയാം. അത് പല കാര്യങ്ങൾക്ക് വരാം. അപ്പോ എന്തുകൊണ്ടാന്ന് വെച്ചാൽ സാധന ഘട്ടത്തിൽ സാധകനെ പറഞ്ഞാൽ ശരിയായ രീതിയിൽ സാധന ചെയ്യാത്തത് കൊണ്ട് വരാം, ശരിയായ രീതിയിൽ സാധന ചെയ്യാത്തത് കൊണ്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം, ശരിയായ ശിക്ഷണം ഇല്ലാത്തത് കൊണ്ട് വരാം. ഇപ്പൊ ശരിയായൊരു ഡോക്ടറിന്റെ വൈദ്യന്റെ അടുത്ത് നിന്നാണ് നമ്മളൊരു മരുന്ന് പിടിക്കുന്നത് പറഞ്ഞാൽ അസുഖം മൂർച്ഛിക്കുന്നില്ല. അസുഖം മൂർച്ഛിക്കുകയാണെങ്കിൽ തന്നെ വൈദ്യനെ പറയാൻ പറ്റും ആ ഗുളിക ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ തന്നെ ചോദിക്കും അലർജിയുടെ സിംറ്റം ഉള്ള ആളാണോ, അലർജിയുടെ സിംറ്റം ഉള്ള ആളാണെങ്കിൽ ഈ ഗുളികയ്ക്ക് അലർജിയുടെ ഗുളികയും കൂടി കഴിച്ചോളോ, അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് ഗുളിക കഴിക്കുമോ, 2 ദിവസം ഗുളിക കഴിച്ചിട്ട് ഭേദം ആയിട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് വരുന്നുണ്ടെങ്കിൽ വീണ്ടും ആശുപത്രിയിലേക്ക് വരൂ എന്ന് പറയും.
അതുപോലെ നല്ല നല്ല ഗുരുക്കന്മാരാണ് പറഞ്ഞാൽ പറയും മന്ത്രം ജപിക്കേ, മന്ത്രം ജപിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡിപ്രഷൻ ഒരു കണക്കാക്കാൻ പാടില്ല. അത് നമുക്ക് സാധനാഘട്ടത്തിൽ ഒരുപാട് തടസ്സങ്ങൾ വരാം. തടസ്സങ്ങളുടെ ഫലമായിട്ടാണ് നമുക്ക് ഓരോരോ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ മുന്നേറി പോകണം. നമുക്ക് ഇപ്പൊ നമ്മുടെ അമൃതകൂമ്പ് എടുക്കുന്ന സമയത്ത് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ. ആദ്യം വന്നിട്ടുള്ള ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ ആദ്യം നമുക്ക് ബുദ്ധിമുട്ടുള്ളതായ പല സാധനങ്ങൾ വന്നു. പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള വന്നു. വമിച്ചതും ഭയാനകവും പല രീതിയിൽ വന്നു. കാമധേനു വന്നു, സൗഭാഗ്യങ്ങൾ വന്നു. ഇതൊക്കെ വന്നപ്പോൾ നമ്മൾ അവര് അസുരന്മാര് ദേവന്മാര് അതിൽ ആകൃഷ്ടരാവാതെ പാലാഴി മതനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് അവസാനം അമൃത് കിട്ടിയത്. അപ്പോൾ സാധന ചെയ്യുന്ന സമയത്ത് പലതരം ഈ പാലാഴി മതനം പോലെ തന്നെ പലതരം സൗഭാഗ്യങ്ങളായിട്ടും പലതരം ബുദ്ധിമുട്ടുകളായിട്ടുള്ള പല അവസ്ഥകൾ വരാം. ആ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ സാധന പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ